ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന സൈസ് റിഡക്ഷൻ ആൻഡ് സെപ്പറേഷൻ ആണ്. സോ എന്തിനാ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്? അതായത് വലിയ വലിയ പാർട്ടിക്കിൾസ് ആണ് അല്ലെങ്കിൽ വലിയ വലിയ ബൾക്ക് പ്രൊഡക്ട്സ് ആണെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാനുഫാക്ചറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അതൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി സൈസ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ചില സമയത്ത് ചില പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുമ്പോൾ സെയിം സൈസ് അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു ഹോമോജനിക് സൈസ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻഡ് റണ്ണർ മില്ല്. സോ എൻഡ് റണ്ണർ മില്ലിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഇടികല്ല് ആലോചിക്കുക. ഇഞ്ചിയൊക്കെ ഇടിക്കുന്ന കല്ലില്ലേ, ഇഞ്ചിക്കല്ല് എന്നൊക്കെ പറയില്ലേ, അത് വേണം നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത് ക്രഷിങ്ങിലൂടെയാണ്. ഹെവി വെയിറ്റ് ഓഫ് സ്റ്റീലും പെസിലും ഉണ്ടായിരിക്കും. ഇവിടെ സ്ട്രെസ് കൂടും. നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ ഇടിക്കത്തില്ലേ, ആ ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കണ്ടോ, നമുക്ക് പെസിലുണ്ട് കണ്ടോ, ഇവിടെ നമുക്ക് പെസിലുണ്ട്, ഇവിടെ നമ്മൾ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്, ഇവിടെ നമ്മൾ പ്ലേറ്റുകൾ അവൈലബിൾ ആണ്, ബെഡ് ഉണ്ട്, ആൻഡ് സ്റ്റീൽ മോട്ടാർ ഉണ്ട്. ഈ മോട്ടാർ ഇങ്ങനെ വന്ന് ഇടിക്കുവാണ് ചെയ്യുക. ഇടിച്ച് പയ്യെ പയ്യെ ആ മെറ്റീരിയൽസ് ഇങ്ങനെ പൊട്ടി പോവുകയാണ് ചെയ്യുക. സോ വർക്കിംഗ് പറയുവാണെങ്കിൽ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ബി ഗ്രൗണ്ട് ഇൻ പ്ലേസ് ഇൻ മോട്ടാറിൽ വെക്കുന്നു. മോട്ടാർ നന്നായിട്ട് ഹൈ സ്പീഡിൽ കറങ്ങും, അതിൻ്റെ കൂടെ തന്നെ പെസിലും റിവോൾവ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സൈസ് റെഡ്യൂസ് ആയി വരികയാണ് ചെയ്യുക. സോ യൂസ് പറയുവാണെങ്കിൽ ഗ്രൈൻഡിങ്, ഫാർമസ്യൂട്ടിക്കൽ മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡിസഡ്വാൻറ്റേജ് പറയുവാണ് എന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബ്രോക്കൺ ഡ്രഗോ അല്ലെങ്കിൽ അൺബ്രോക്കൺ ഡ്രഗ് ഒന്നും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ. ചെറുതായിട്ടെങ്കിലും ഒക്കെ സ്ലൈറ്റ്ലി ബ്രോക്കൺ ഡ്രഗ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ല. കാര്യം ഇത് ഹോമോജിനിക് ആയിട്ട് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ കുറേ ഭാഗമൊക്കെ ചിലപ്പോൾ മേ ബി പ്രോപ്പറായിട്ടത് പൊട്ടണം എന്നില്ല എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മളൊരു മോഡേൺ പെസൽ ആലോചിച്ചാൽ മതി. റൊട്ടേറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു, തമ്മിലൊരു വൈബ്രേഷൻ ഉണ്ടാവുന്നു, നമ്മൾ ഇടിക്കുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് ഉണ്ട് സൈസ് സെപ്പറേഷൻ ഓവർവ്യൂ ആണ്. എന്തിനാണ് സൈസ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം? സോ സൈസ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ്. അവിടെ നമ്മൾ 2-3 മിക്സേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. നമ്മളത് സ്ക്രീൻ ചെയ്തുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്തു അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് മാറ്റുന്നു എന്നുള്ളതാണ്. സോ സൈസ് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ചില സമയങ്ങളിൽ ചില ഹോമോജിനസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. സോ സൈസ് സെപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് സീവിങ്, സിഫ്റ്റിംഗ് ഓർ സ്ക്രീനിങ് എന്നും പറയാറുണ്ട്. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഫിസിക്കൽ ഡിഫറൻസ്, അതായത് പാർട്ടിക്കിളിൻ്റെ സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി അനുസരിച്ചൊക്കെ നമ്മൾ പല ടെക്നിക്കുകളും സൈസ് സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് എന്താ? യൂണിഫോമിറ്റി, ഫ്ലോയബിലിറ്റി അല്ലെങ്കിൽ പ്രോപ്പർ ഡോസേജിങ്ങിനൊക്കെ വേണ്ടി നമ്മളെ ഒരുപാട് തരത്തിൽ സൈസ് സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സൈസ് സെപ്പറേഷൻ എന്താണ്? യൂണിറ്റ് ഓപ്പറേഷൻ ആണ്, ഇൻവോൾവിംഗ് സെപ്പറേറ്റിംഗ് എ മിക്സ്ചർ ഓഫ് വേരിയസ് സൈസ് പാർട്ടിക്കിൾ ഇൻടു 2 or more portion using screening surface. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഓഫ് സൈസ് സെപ്പറേഷൻ ആണ്. സോ സൈസ് സെപ്പറേഷൻ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ യൂണിഫോമായിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് യൂണിഫോം ആയിട്ട് നമുക്ക് എല്ലായിടവും ഹോമോജിനസിറ്റി വേണം. ഇപ്പോൾ എക്സാമ്പിൾ, ക്യാപ്സൂൾസ് ഫില്ല് ചെയ്യാൻ നമുക്ക് പെർട്ടിക്കുലർ സൈസ് ആവശ്യമാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? യൂണിഫോമിറ്റി ഇടുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിൽ ഒരുപാട് മിക്സ്ചർ ഉണ്ട്. അപ്പോൾ മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സൈസിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. ഇനി ഫ്ലോ ആൻഡ് പ്രോസസ്സിംഗ് ആണ്. ചില സമയങ്ങളിൽ കോഴ്സ് ഗ്രാനുൾസിൻ്റെ കൂടെ കുറച്ച് ഫൈൻ ആയിട്ടുള്ള ലിറ്റിൽ പൗഡേഴ്സും കൂടി ഇട്ടാൽ മാത്രമേ ഫ്ലോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്ലോ എബിലിറ്റി കിട്ടുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ ഈ കോഴ്സ് ഗ്രാനുൾസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ലിറ്റിൽ ഫൈൻ പൗഡേഴ്സ് കണ്ടുപിടിക്കുക? അത് നമ്മൾ ചില സമയത്ത് സീവിങ് ടെക്നിക്സ് ഉപയോഗിക്കും, അല്ലേ? അതും ഒരു സൈസ് സെപ്പറേഷൻ ആണ്. അപ്പോൾ ഫൈൻസ് ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യത്തിനൊക്കെ സൈസ് സെപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി അഡ്മിനിസ്ട്രേഷൻ റൂട്ടാണ്. ഫൈൻ പൗഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെഷ് നമ്പർ 85 കടന്നു പോകും. അതാണ് നമ്മൾ ട്രോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. പുരട്ടത്തില്ല, ലോക്കൽ ആക്ഷൻ വേണ്ടിയിട്ട്. ഇനി പൗഡർ മെഷ് നമ്പർ 60 കടന്നു പോവുകയാണെങ്കിൽ മാത്രമേ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. കണ്ടോ? അപ്പം ഓരോ സൈസിനും അതിൻ്റെതായ ഫോർമുലേഷൻ യൂസ് ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി മെത്തഡ് ഓഫ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പാർട്ടിക്കിൾസ് തന്നു, അതിന് പല സൈസാണെന്ന് വെച്ചോളൂ. നിങ്ങൾ എങ്ങനെ അനാലിസ് ചെയ്യും? അതിന് എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? എന്നാൽ ടെക്നിക്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി. 0.2 to 150 μm ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി ഉപയോഗിക്കാൻ പറ്റും. ഓരോ പാർട്ടിക്കിൾസിൻ്റെ സൈസും കമ്പ്യൂട്ടർ ഇമാജിൻ ചെയ്തുകൊണ്ട്, എക്സാമിൻ ചെയ്തുകൊണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ, എത്ര സൈസിൽ എത്ര എണ്ണം ഒരുമിച്ചുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതൊക്കെ ഫർദർ നല്ലപോലെ
നമ്മുടെ റെഫറൻസ് നോട്ട് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്. ബേസിക്കലി രണ്ടെണ്ണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് TEM ആൻഡ് SEM ആണ്. TEM ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, SEM സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്. രണ്ടും സബ് മൈക്രോൺ പാർട്ടിക്കിൾസ് റേഞ്ചിങ് 0.001 to 5 million വരെയുള്ള പാർട്ടിക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ സീവിംഗ് മെത്തഡ് ആണ്. ഇത് നമ്മൾ സീവിംഗ് മെത്തഡ് കോമൺലി ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് സീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്തിട്ട് പാർട്ടിക്കിൾസായി സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും ലാബിൽ ചെയ്ത കാര്യമായിരിക്കും അല്ലേ. സോ നെക്സ്റ്റ് വൺ സെഡിമെന്റേഷൻ ആണ്. സോ നമ്മുടെ പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്, നമുക്ക് സ്ക്രീനിങ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സീവ് ചെയ്യാൻ പറ്റില്ല, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ വെൻ ഹാൻഡ്ലിങ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റീവായി സ്ക്രീനിങ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ സെഡിമെന്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, പാർട്ടിക്കിൾസിന് വെയിറ്റ് കുറവാണെങ്കിൽ താഴേക്ക് വരുന്ന ഒരു രീതിയിലാണ് നമുക്ക് സെഡിമെന്റേഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സീവിങ് ആൻഡ് സെഡിമെന്റേഷൻ. സോ സീവിങ് മെറ്റീരിയൽസ് ടെക്നിക്. സോ സീവിങ് മെറ്റീരിയൽ എങ്ങനെയൊക്കെ നിങ്ങൾ കാണാറുണ്ട്? അയണിൽ ഉണ്ടാക്കാം, കോപ്പറിൽ ഉണ്ടാക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കാം, നോൺ മെറ്റൽ ഉണ്ടാക്കാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കി കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കാര്യം മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. കൂടുതലും ഫാർമസ്യൂട്ടിക്കൽ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നോൺ മെറ്റൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് മാൻമെയ്ഡ് ഫൈബേഴ്സ് ആയിരിക്കും. നൈലോണ്, ടെർലിൻ പോലെയൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ഇനി കോപ്പറുമായാണ് ഉപയോഗിക്കാത്തത്, ഒരു ബുദ്ധിമുട്ടുണ്ട്. കോപ്പർ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും, തുരുമ്പ് പിടിക്കും, റസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുക്കേണ്ട ആവശ്യം ഭയങ്കര അത്യാവശ്യമാണ്. ഇനി കോപ്പർ ആണെങ്കിൽ അയൺ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല കോപ്പർ അലോയിൽ ഫോസ്ഫറസ് ബ്രോസ് ഒക്കെ ആണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുക. കോപ്പർ അലോയിലേക്ക് അലോയ്സ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ കോപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കണ്ടാമിനേഷൻ ഉണ്ടാകും, പിന്നെ ക്ലാവ് പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ, ഒരു ഗ്രീനി കൈൻഡ് ഓഫ് ഒക്കെ വരെയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കോപ്പർ അങ്ങനെ ഉപയോഗിക്കാറില്ല. കൂടുതലും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. So next one is principle of mechanical sieving. So basically mechanical sieving ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഓസിലേഷൻ, വൈബ്രേഷൻ, ഗൈറേഷൻ. എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീവില്ലേ, നമ്മുടെ അരിപ്പയാണെങ്കിൽ നമ്മളൊരു ഫ്രെയിമിനകത്ത് വെക്കാറുണ്ട് അല്ലേ. അത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓസിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അനങ്ങും. അത് മെറ്റീരിയൽ ആ സർഫസിൽ നിന്ന് റോൾ ഓൺ ചെയ്യാറുമുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി ലാബിൽ അറിയാം, നിങ്ങൾക്ക് ഒരു വലിയൊരു കമ്പി പോലെ ഉണ്ടാവും, അതിൽ നമ്മൾ ഓരോ സീവ് ഇറക്കി വെക്കുക ചെയ്യുക. താഴെ ഒരു മോട്ടർ ഉണ്ടാവും, അത് നല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടിക്കൊണ്ടിരിക്കും, ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് പാർട്ടിക്കിൾസ് ഓരോ സീവിൻ്റെ സൈസ് അനുസരിച്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് വൈബ്രേഷൻ ആണ്. ഇലക്ട്രിക് ഡിവൈസ് ഉണ്ട്. സോ 50 ഹെർട്സ് ഓഫ് വൈബ്രേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് ഇത് ഇങ്ങനെ എന്ത് ചെയ്തു, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഗൈറേഷൻ ആണ്. ഈ റൊട്ടേറ്ററി മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇന്റൻസിറ്റി അനുസരിച്ച്, ഒരു സ്പിന്നിങ് മോഷൻ അനുസരിച്ചിട്ട് പാർട്ടിക്കിൾസ് അതിൻ്റെതായ സൈസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നിന്നു പാർട്ടിക്കിൾസ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന രീതിയിലാണ് മെക്കാനിക്കൽ സീവ് വർക്ക് ചെയ്യുന്നത്. സോ ഇതും റെഫറൻസ് നോട്ടിൽ ഇച്ചിലൂടെ ഒരു 2-3 പേജ് കൊടുത്തിട്ടുണ്ട്, അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഇനി ഓൾട്ടർനേറ്റീവ് സീവിങ് മെത്തേഡാണ്. നമുക്ക് സീവിങ് മെത്തേഡ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഒരു മെക്കാനിക്കൽ സീവ് ഉപയോഗിക്കണം എന്നില്ല. വേണമെങ്കിൽ ബ്രഷിങ്ങോ സെൻട്രിഫ്യൂഗൽ മെത്തേഡോ ചെയ്യാം. സോ നിങ്ങൾക്ക് മിക്കവാറും ലാബിൽ ചെയ്യുമ്പോൾ ഈ സീവിങ് സാധനം ഇളകി വീഴാൻ വേണ്ടി ഒരു കയ്യിലൊരു ബ്രഷ് ഉണ്ടാവും. ബ്രഷ് കൊണ്ട് നിങ്ങൾ മിക്കവാറും അതിലേക്ക് തൂക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബ്രഷിങ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പിന്നിങ് ബ്രഷിങ് റൊട്ടേഷൻ പോലെ ഒരു വർക്ക് ചെയ്യും അല്ലേ. കാരണം നിങ്ങൾ എന്തെങ്കിലും അവിടെ ആ സീവിൻ്റെ പുറത്ത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ബ്രഷ് ചെയ്യും, തൂക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറേ പാർട്ടിക്കിൾസ് താഴേക്ക് വരും. അതേപോലെ മെത്തേഡ് തന്നെയാണ്, പക്ഷെ ഒരു ബ്രഷസ് ഉണ്ടായിരിക്കും, അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കറങ്ങുന്നതനുസരിച്ച് ഫൈൻ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നു, സപ്രഷൻ ഉണ്ടാവുന്നു. ഈ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡാണ്. ഇത് എറിയുന്ന രീതിയാണ്. അതായത് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ സീവും ഉണ്ടായിരിക്കും. സോ ഹൈ സ്പീഡ് റോട്ടേഴ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. സോ വലിയൊരു സാധനത്തിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നു. സോ പാർട്ടിക്കിൾസിന്റെ ആ ഒരു പാർട്ടിക്കിൾസ് ദൂരേക്ക് ത്രോ ഓപ്പൺ ചെയ്യുന്നു. അപ്പം ഒരു സീവും ഉണ്ടാവും. അപ്പോൾ സീവിലൂടെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അതനുസരിച്ച് പാർട്ടിക്കിൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സീവിങ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് സീവ് ഉണ്ടല്ലോ, ഇൻഎക്സ്പെൻസീവ് ആണ്. പിന്നെ അത് മാത്രമല്ല റീപ്രൊഡ്യൂസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇറ്റ് ഹാസ് നോൺ റീപ്രൊഡ്യൂസിബിലിറ്റി ഇഷ്യൂസ് ആൻഡ് ക്യാൻ ബി ലേബർ ഇൻറ്റൻസീവ്. കാരണം ലേബേഴ്സ് നമുക്ക് ആവശ്യമാണ്, അത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്
റീപ്രൊഡ്യൂസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം നമുക്ക് വീണ്ടും അതുപോലെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എപ്പോഴും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരിക്കലും മെക്കാനിക്കൽ സീവ് ഉപയോഗിച്ചു, അപ്പോൾ ഉപയോഗിച്ച സമയത്ത് നമുക്ക് കിട്ടിയതുപോലെ തന്നെ അടുത്തും സെയിം എമൗണ്ട് തന്നെ ഫൈൻ പാർട്ടിക്കിളും കോസ് പാർട്ടിക്കിളും കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻസ് ആണ്. പിന്നെ സീവിങ് ഭയങ്കര എളുപ്പമാണ്, ഇൻഎക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഉണ്ട് സെഡിമെന്റേഷൻ ആണ്. സോ യൂസ് എ ടോൾ സെഡിമെന്റേഷൻ വെസൽ 500 ml ഫിറ്റഡ് വിത്ത് എ ഗ്ലാസ് ടോപ്പർ ജോയിൻ ഓൺ എ 10 ml പൈപ്പറ്റ്. സോ ബേസിക്കലി ഇവിടെ സെഡിമെന്റേഷൻ വെസൽ ഉണ്ട്, ഒരു 500 ml ഗ്ലാസ് ഫിഡ് ആണ്. സോ ഒരു ഗ്ലാസ് ടോപ്പർ ഉണ്ട് എന്നുള്ളതാണ്. സോ ജോയിൻ വിത്ത് 10 ml പൈപ്പറ്റ് വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് 1% സസ്പെൻഷൻ ഓഫ് പൗഡർ ഇസ് പ്രിപ്പയർഡ് ഇൻ എ സ്യൂട്ടബിൾ ലിക്വിഡ് മീഡിയം ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ വെസൽ. സോ 1% സസ്പെൻഷൻ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു. ഇനി സാമ്പിളിംഗ് 10 ml ആർ വിഡ്രോൺ അറ്റ് എ സ്പെസിഫിക് ടൈം ഇന്റർവൽ, ഡ്രൈഡ് ആൻഡ് വെയ്ഡ്. ഇതിൽ നിന്ന് 10 ml നമ്മൾ ഓരോ സമയം കൂടുമ്പം എടുത്ത് മാറ്റി നമ്മൾ ഡ്രൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. വെയിറ്റ് ഓഫ് ദ ഡ്രൈഡ് സാമ്പിൾ ആർ യൂസ് ടു കാൽക്കുലേറ്റ് പേഴ്സൺ ഓഫ് പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ സൈസ് കാൽക്കുലേറ്റ് ബൈ സ്റ്റോക്ക് ഇക്വേഷൻ ഫോർ ദാറ്റ് ടൈം. സോ ഓരോ സമയത്തും റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ എടുത്തിട്ടുള്ള എത്രയാണോ അളവ് അതനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് വോളിയം വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഒന്നും കൂടെ പറയാം, സെഡിമെന്റേഷൻ വെസൽ എടുക്കുക, അതിലേക്ക് ഗ്ലാസ് ടോപ്പർ വെക്കുക, 1% സൊല്യൂഷൻ നമ്മൾ പൗഡറുമായിട്ട് ആക്കുക, ലിക്വിഡ് ആക്കിയ ശേഷം വെക്കുക, എന്നിട്ട് ഓരോ 10 ml നമ്മൾ എന്ത് ചെയ്യുക, സ്പെസിഫിക് ഇന്റർവൽ എടുക്കുക, ഡ്രൈ ചെയ്യുക, വേ ചെയ്യുക. അപ്പം ഓരോ ടൈമിൽ എടുക്കുമ്പോഴും എത്ര പാർട്ടിക്കിൾസ് താഴേക്ക് സെഡിമെന്റ് ആയി അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഉണ്ട് ഇല്ല നമുക്ക് അപ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. പിന്നെ അനാലിസ് ചെയ്യുക. സോ ബേസിക്കലി സാമ്പിളിംഗ് വരെയാണ് നമുക്ക് ആവശ്യം. അനാലിസിങ് മീൻസ് ഇത് ബാക്കി ഫൈനൽ ഔട്ട്പുട്ട് കാൽക്കുലേഷൻസും കാര്യങ്ങളുമാണ് നമ്മളവിടെ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് കോൾട്ടർ കൗണ്ടർ മെത്തേഡ്. പണ്ട് മുതലേ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ കോൾട്ടർ കൗണ്ടർ മെത്തേഡ്. സോ റേഞ്ച് 0.6 to 120 μm ഇൻ സൈസിലുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ. സെറ്റപ്പ് പറയുകയാണെങ്കിൽ യൂസസ് എ ടെസ്റ്റിംഗ് ട്യൂബ് സറൗണ്ടിങ് ബൈ ഹൈ കണ്ടക്ടിങ് ഇലക്ട്രോഡ്. സോ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവും, അതിന് ചുറ്റും ഒരു ഹൈ കണ്ടക്ടിങ് ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. ഒന്നും കൂടെ പറയാം, ടെസ്റ്റ് ട്യൂബ് ആൻഡ് സറൗണ്ട് വിത്ത് ഹൈ കണ്ടക്ടിങ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടായിരിക്കും. സോ പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ measure changes in electric impedance as particle pass through an orifice between two electrodes. So ഈ 2 ഇലക്ട്രോഡ്സിനിടയിലൂടെയും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ചേഞ്ച് ആണ് മെഷർ ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം, മെഷർ ചേഞ്ചസ് ഇൻ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് പാർട്ടിക്കിൾ പാസ് ത്രൂ ആൻ ഓറിഫേസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്. ഈ 2 ഇലക്ട്രോഡ്സിനിടയിലൂടെ പാർട്ടിക്കിൾ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ചേഞ്ച് ആണ് മെഷർ ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് പറയുവാണെങ്കിൽ ഈ വോൾട്ടേജ് ഉണ്ടാവുന്ന ഡിഫറൻസ് അനുസരിച്ച് അതിനെ ആംപ്ലിഫൈ ചെയ്ത് കൗണ്ട് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ കാണിക്കും എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ സൈക്ലോൺ സെപ്പറേറ്റർ ആണ്. സോ സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് വെച്ചാൽ ഒരു സൈക്ലോൺ സെപ്പറേഷൻ ആണ്, അതായത് എയർ സോൾട്ട് സെപ്പറേഷൻ എന്ന് പറയാം. എയർ സോൾട്ട് സെപ്പറേഷൻ. സോ സൈക്ലോൺ എങ്ങനെ ഉണ്ടാവണേ, ഈ മണ്ണും പൊടിയും ഒക്കെ എടുത്ത് ഇങ്ങനെ ചുറ്റി വരിക നോർമൽ ഡെസേർട്സിലൊക്കെ. സോ ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. സോ യൂട്ടിലൈസ് സൈക്ലോൺ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു സെപ്പറേറ്റ് ഗ്രാനുൾസ് ഫ്രം എയർ. സോ നമ്മുടെ കയ്യിൽ സോൾഡ് ഉണ്ടെങ്കിൽ അതിൽ എയറിലൂടെ നല്ല പോലെ ചുറ്റിക്കുന്ന സമയത്ത് ഒരു സൈക്ലോൺ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കും. സോ ആ ഔട്ട്ലെറ്റിലേക്ക് ത്രോ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് എറിഞ്ഞു വിടുകയാണ് ചെയ്യുക. അതനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഡ്രാഗ് ടു ഹോപ്പർ ലൈനിങ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതിൻ്റെ ഹോപ്പർ ലൈനിങ് ഉണ്ട്, ഹോപ്പർ ലൈനിലേക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഹയർ ഡെൻസിറ്റി പാർട്ടിക്കിൾസ് വന്ന് വീഴുവാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, എയർ ഇൻലെറ്റ് ഉണ്ട്, എയർ എക്സോസ്റ്റ് ഉണ്ട്, സൈക്ലോൺ നല്ല പോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും, പാർട്ടിക്കിൾസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആ ഒരു എടുത്തെറിയുവാണ് ചെയ്യുക. സോ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ആണെങ്കിൽ ഹോപ്പർ ലൈനിങ്ങിലേക്ക് വരും ആൻഡ് വൈൽ എയർ എക്സ്പെൽ ത്രൂ ദ അപ്പർ എക്സോസ്റ്റ് പൈപ്പ്. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റൽ ഗ്രാനുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, റീസൈക്ലിംഗ്, ഡസ്റ്റ് റിമൂവിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, നമ്മൾ ആ ഒരു എങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ എയർ പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പാർട്ടിക്കിൾസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാര്യം എങ്ങനെയാണ്, നല്ലപോലെ കറങ്ങുമല്ലോ, അപ്പോൾ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് നമുക്ക് കിട്ടാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് എല്യൂട്രേഷൻ മെത്തഡ് ആണ്. സോ ബേസിക്കലി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ലോ ഡെൻസിറ്റി ഓഫ് ഫൈൻ പാർട്ടിക്കിൾ ആൻഡ് ഹൈ ഡെൻസിറ്റി ഓഫ് കോഴ്സ് പാർട്ടിക്കിൾ. ലോ ഡെൻസിറ്റി ആണെങ്കിൽ ഫൈൻ പാർട്ടിക്കിൾസിനും ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ കോഴ്സ് പാർട്ടിക്കിൾസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു എലക്ട്രേഷൻ മെത്തേഡ് ചെയ്യുന്നത്. പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈ പൗഡർ ഓർ പേസ്റ്റ് ഇസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് സസ്പെൻഡ് ഇൻ എൻ എല്യൂട്ടേഷൻ ടാങ്ക്. നമ്മുടെ ഒരു എല്യൂട്ടേഷൻ ടാങ്ക് ഉണ്ട്. എല്യൂട്ടേഷൻ ടാങ്കിലേക്ക് ഡ്രൈ പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് സസ്പെൻഷനാക്കി എല്യൂഷൻ ടാങ്കിനകത്തോട്ട് ഇറക്കി വെക്കുന്നു. ഇനിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്.
പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും, കുറെ കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യും, റിമെയിൻ സസ്പെൻഡ് ബേസ്ഡ് ഓൺ ദ ഡെൻസിറ്റി അനുസരിച്ച് നിന്ന് പാർട്ടിക്കിൾസ് കുറെ എന്ത് ചെയ്യും, താഴേക്ക് സസ്പെൻഡ് ചെയ്യും, കുറേക്ക് മേലെ കിടക്കും അല്ലേ. അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്യുന്നു, നമ്മൾ സാമ്പിൾ ഡ്രോ ചെയ്ത് ഓരോരോ ഹൈറ്റ് വെച്ചിട്ട് നമ്മളെടുത്ത് ഡ്രോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ സൈസ് സെപ്പറേറ്റ് എടുക്കുന്നു. അപ്പോൾ നിങ്ങളെ പറയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ പണ്ടിട്ടുണ്ട്, നമ്മൾ ഈ എന്താണ് കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെ മണ്ണ് കലക്കിയിട്ട് കുറെ കഴിയുമ്പം കുറെ കല്ലും മണ്ണും താഴെ, പിന്നെ തടിയൊക്കെ മേലെ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ആ ഒരു പരിപാടി ഇങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സ് ആണ്. എന്താ ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സ്? ഫാർമസ്യൂട്ടിക്കൽ പൗഡർ എന്ന് വെച്ചാൽ മിക്സ്ചർ ഓഫ് ഫൈൻലി ഡിവൈഡ് ഡ്രഗ് ഓർ കെമിക്കൽ ഇൻ ഡ്രൈ ഫോം ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസ്. സോ ഇന്റേണലും എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ട് ഫൈൻലി ഡിവൈഡ് ചെയ്ത പല അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡ്രൈ ഫോംസിലുള്ളതിനാണ് നമ്മൾ എന്താ പറയുക, ഫാർമസ്യൂട്ടിക്കൽ പൗഡർ എന്ന് പറയാം. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെബിലിറ്റിക്ക്, റാപ്പിഡ്ലി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോലും നമുക്ക് പൗഡേഴ്സ് എളുപ്പമാണെന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. കാര്യം വലിയ ബൾക്ക് സോൾട്ടൊക്കെ പൊടിച്ച് നമുക്ക് കുഞ്ഞാക്കണ്ടായോ. സോ പൊട്ടൻസി ഒക്കെ മേ ബി ഇൻഅക്യുറേറ്റ് ആക്കാം, അൺസ്റ്റെബിലിറ്റി കാണിക്കാം എന്നുള്ളതാണ്. സോ ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പൗഡേഴ്സിനാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്റേണൽ ഫോർ ഓറൽ, എക്സ്റ്റേണൽ പൗഡേഴ്സ്. സോ ഫർദർലി വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്, സ്പെഷ്യലൈസ്ഡ് ഫോം എന്ന് പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. സോ ടൈപ്പ് ഓഫ് പൗഡേഴ്സ് പറയുവാണെങ്കിൽ ഇന്റേണൽ, എക്സ്റ്റേണൽ, സ്പെഷ്യലൈസ്ഡ് ഫോം. ഇന്റേണൽ ആണെങ്കിൽ ഡിവൈഡ് പൗഡർ, ബൾക്ക് പൗഡർ, എഫർവസെന്റ് ഗ്രാനുൾസ്. എക്സ്റ്റേണൽ ആണെങ്കിൽ ഡസ്റ്റിംഗ് പൗഡർ, ഇൻസഫ്ലേഷൻ, ഡെന്റിഫ്രൈസസ്. സ്പെഷ്യലൈസ്ഡ് ഫോം ആണെങ്കിൽ ടാബ്ലറ്റ് ട്രിച്ചറേറ്റ്, ഓറൽ റീഹൈഡ്രേഷൻ പൗഡർ ആൻഡ് എഫർവസെന്റ് ടാബ്ലറ്റ്. സോ ഇന്റേണൽ പൗഡർ, എക്സ്റ്റേണൽ പൗഡർ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഫോം, ഈ മൂന്നും മേജർ ക്ലാസിഫിക്കേഷൻ ആണ്, മറന്നു പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക്കലി ഫാർമസ്യൂട്ടിക്കൽ പ്രോസസ്സിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം? ഒന്ന് ഫ്ലൂയിഡ് ഡൈനാമിക്സ്, നമ്മൾ ഓൾറെഡി ബെർണോളിസ് തിയറം പോലുള്ള തിയറീസ് നമ്മൾ ആലോചിക്കണം. സൈസ് റിഡക്ഷൻ വളരെ അത്യാവശ്യമാണ്, സൈസ് സെപ്പറേഷൻ അത്യാവശ്യമാണ്, ആൻഡ് എനർജി കൺസിഡറേഷൻ എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. ഇത് എക്സ്ട്രാ പോയിന്റ് ആണ്, ഇതൊന്നും വലിയ ആവശ്യമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. റെഫറൻസുകൾ വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് വായിക്കുക. സൈസ് സെപ്പറേറ്റ് ചെയ്യുന്നു, മെഷീൻസ് ഒക്കെ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഇമേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.